ഒരു വരി ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ബാങ്ക് ലോണ് ഉണ്ട്. ബാങ്ക് ലോണെന്ന് പറഞ്ഞാൽ വീടിനും ഗോഡൌണിനും ഒക്കെ ലോൺ എടുത്തിട്ടുണ്ട്. എടുത്തതിൻ്റെ 2 ഇരട്ടി പൈസ അടച്ചു കഴിഞ്ഞു. എന്നിട്ടും എടുത്തതിൻ്റെ 3/4% അവിടെ കിടക്കുക. ഏതാണ്ട് 1 കോടി എടുത്തെടുത്തു, 2 കോടിക്ക് മുകളിൽ അടച്ചു. ഇപ്പോഴും കിടക്കുക 80-ലധികം ലക്ഷം. 3 കുടിശ്ശികയാകുമ്പോൾ ഒരെണ്ണം കൊണ്ടേ അടയ്ക്കും. NPA ആകും, നോൺ പെർഫോമിംഗ് അക്കൗണ്ട്. അങ്ങനെ NPA ആയി ഇത് ജപ്തിയുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരെണ്ണം കൊണ്ടേ അടയ്ക്കും. ആ ഒരെണ്ണം അടയ്ക്കാൻ വ്യത്യാസം വന്നാൽ തലപ്പത്തിരിക്കുന്ന പെണ്ണുങ്ങൾ വിളിച്ച് പറയുന്ന വർത്താനം കേട്ടാൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നീയൊക്കെ എന്നോട് വാക്ക് വലിക്കാത്തത്, എന്നോ പറഞ്ഞിട്ട് വ്യത്യാസം വന്നത്, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനല്ലേ. ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിങ്കിൽ അത് വളരുകയില്ല. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്രേ ഇരട്ടി സമ്പാദിക്കുന്നവർ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും പലിശ വകയിൽ ബാക്കി കിട്ടാനുള്ളത് വിട്ടുകളയുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പക്ഷത്തുനിന്ന് നിങ്ങൾക്കെതിരിലുള്ള സമരപ്രഖ്യാപനത്തെ അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്കു തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ അക്രമം ചെയ്യരുത്, നിങ്ങൾ ആക്രമിക്കപ്പെടുകയും അരുത്. പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. കച്ചവടവും പലിശ പോലെ തന്നെയാണ് എന്ന് അവർ പറഞ്ഞതിന്റെ ഫലമത്രേ അത്. എന്നാൽ കച്ചവടം അള്ളാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ അള്ളാഹുവിന്റെ ഉപദേശം വന്നുകിട്ടിയിട്ട് അതനുസരിച്ച് വല്ലവനും പലിശയിൽ നിന്ന് വിരമിച്ചാൽ അവൻ മുമ്പ് വാങ്ങിയത് അവനുള്ളത് തന്നെ. അവന്റെ കാര്യം അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയമായിരിക്കുകയും ചെയ്യും. ഇനി ആരെങ്കിലും പലിശ ഇടപാടുകളിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവരത്രേ നരകാവകാശികൾ.
അവരതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു പലിശയെ ക്ഷയിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും. യാതൊരു നന്ദികെട്ട ദുർവൃത്തനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല.